ഞാൻ ചേട്ടനൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 1-ാം തീയതി സാധനം കിട്ടാതിരിക്കുമ്പോഴാ പറഞ്ഞു. അപ്പം നമ്മുടെ പൊതുവേ ഉള്ളത് വെച്ച് രണ്ട് രീതിയിലാണ് ആൾക്കാർ. പുള്ളിയുടെ അഭിപ്രായമല്ല, കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി റെപ്രസെന്റേറ്റീവ്. അത് രണ്ട് ടൈപ്പിലാണ് ആൾക്കാർ ജീവിക്കുക. ഒന്നാണെങ്കിൽ ഭയങ്കര ഡയറ്റ് നോക്കി സ്ട്രിക്റ്റ് അങ്ങനെ മറ്റേ ഒരു വേറെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഫുള്ള് എൻജോയ്. പക്ഷെ ചേട്ടൻ അതിന്റെ ഒരു ബാലൻസിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതിന്റെ ഒരു രഹസ്യം എന്താണ്? എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെ, ഈ കള്ളുകുടി കൊണ്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക. എല്ലാവരും പേരും ഞാൻ ഭയങ്കര കള്ളുകുടിക്കാരനാണ്, ബേസിക്കലി കള്ളുകുടിക്കാരനുമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ചേട്ടാ എങ്ങനെയാണ് അത് ശാസ്ത്രീയമായിട്ട് കുടിക്കാൻ പറ്റുന്നത്? ഒരു സമയം കിട്ടിയ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നുള്ള സാധനത്തിൽ നിന്നാണ് അത് വന്നത്, സോൾട്ടറിന്റെ. അപ്പൊ ഞാൻ അത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഇവിടെ നമ്മുടെ ഈ മെട്രോയിൽ ഏറ്റവും വലിയൊരു ബിവറേജ് ഓപ്പൺ ചെയ്തു, അറിഞ്ഞില്ല നിങ്ങളെല്ലാം? ഭയങ്കര AC-യും ഇതുമൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ കാര്യം കൂടി പ്രഷറിലേക്ക് പങ്കുവയ്ക്കുക. അപ്പൊ ഈ കെ ബാബു ചേട്ടൻ മറ്റേ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, എന്താണ് എക്സൈസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഈ തൊടുപുഴയിൽ 2012 തൊടുപുഴയിൽ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ, അപ്പോൾ ആവശ്യമാണ് എനിക്ക് മാനേജ് പഠിക്കുമ്പോഴേ അറിയാം, മന്ത്രി അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ എല്ലാവരും കുടിയന്മാർക്ക് അന്നതൊരു വലിയൊരു എല്ലാവരും പറയണ ഒരു ഇതാണല്ലോ, കുടിയന്മാർക്ക് ചോദിക്കാനും പറയാൻ ആളില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ചോദിക്കാനും പറയാൻ ആളുള്ളത് കൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു AC സംഭവം ഉണ്ടാക്കി തരണം. ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ, ഇത് ഈ ക്യൂ നിന്നും മടുത്ത് മടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ബാബുച്ചേട്ടൻ അതിന് മറുപടി ആയിട്ട് പറഞ്ഞതാണ്, നീ പറഞ്ഞത് ഇതാണ്, ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് അതൊരെണ്ണം തുടങ്ങാൻ പോകണം 2012 പിന്നെ അതിപ്പോ മാറി പല സ്ഥലത്ത് പോയി. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ലോകനാഥ് ബെഹ്റ അദ്ദേഹം അവിടെ തുടങ്ങിയ സാധനം കണ്ടപ്പോ, പോയി കണ്ടിരുന്നോ? ഗംഭീരമായിട്ടുള്ള സാധനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, നമ്മളിൽ നിന്നാണല്ലോ ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ പിന്നെ അതിലേക്ക് വരാം. ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാം മമ്മൂക്കയുടെ ഒരു സാധനമാണ് കടമെടുക്കുന്നത്. ഇഷ്ടമുള്ളതെല്ലാം ആകാം, പക്ഷെ ഇഷ്ടമുള്ള അത്രം പാടില്ല. അതാണ് മമ്മൂക്ക പറയുന്നത്. ഇഷ്ടമുള്ളതെല്ലാം ആകാം, പക്ഷെ ഇഷ്ടമുള്ള അത്രം ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാം ലിമിറ്റഡ് ആയിട്ട്. ഈ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനൊക്കെ വന്നിട്ട് നമ്മൾ 4 അടിക്കുന്നു, കാലത്ത് 5:30 മണിയാകുമ്പോൾ കുറ്റബോധം കൊണ്ട് എഴുന്നേൽക്കുന്നു, ഓടി ജിമ്മിൽ പോകുന്നു, ഒരു 2 മണിക്കൂർ അത് വേർപ്പിച്ച് കളയുന്നു. അങ്ങനെ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ്, ഇപ്പൊ ഈ ബാറ് 12 മണിക്ക് തുറന്നതിലും ചേട്ടന് വല്ല കൈയുണ്ട? ഇല്ല. നമ്മളൊക്കെ 10 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ആളല്ലേ. നമുക്ക് ഞാൻ 10 മണി 10:30 മണി എന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും. അതെയോ? നേരത്തെ എഴുന്നേക്കും? എനിക്കത് 5:30 5:45 എനിക്ക് അതിന് ശേഷം ഉള്ള കമ്പനികളൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഒരു സന്ധ്യ സൂര്യൻ അങ്ങോട്ട് താണുകൊണ്ടിരിക്കുമ്പോ 2 അടിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇനി 2.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വട്ടാണല്ലോ. ഇപ്പൊ രാത്രിയൊക്കെ ഷൂട്ടിങ് വെച്ച് കഴിഞ്ഞാല് 6:30 മണി 7 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊന്നിങ്ങനെ ഈ ജോഷി സാറത്ത് അടി പറയണ പോലെ നമ്മള് എത്ര മണി വരെ പോവും. കാരണം എനിക്കൊരു 6 to 7 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാനുള്ള മൂടില്ല. എന്താന്നറിയില്ല. അതാണ് അതിന് നിങ്ങൾ ചോദിച്ചതിന്റെ ആ ഡിസിപ്ലിനും കൂടിയാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ രാവിലെ എന്റെ ജിമ്മിൽ പോകുന്നു പറഞ്ഞില്ല 5 മണിക്ക്. അല്ല, അതേ ഞാൻ പറയാം, എനിക്ക് 5:30 മണിയാകുമ്പോൾ കുറ്റബോധം വരും. കാലത്ത് എണീക്കുന്ന കുറ്റബോധം, എന്നുള്ളത് കഴിക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് ചാടി എന്നിട്ട് അവിടെ പോയി അതങ്ങ് ഫ്രഷ് ആകാം. വൈകിട്ട് വീണ്ടും 3 മണിയാകുമ്പോ ഈ സെയിം സാധനം വരും. ലോകത്ത് ഇത്രയും ഇഷ്ടമുള്ളൊരു കുറ്റബോധം. സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോണ കാണുമ്പോ ദൈവമേ പാവം, അതിന്റെ ജോലി കഴിഞ്ഞ താഴേക്ക് പോവല്ലേ. അപ്പൊ സോഡോടൊരു ഇഷ്ടം വരും, തണുത്ത സോഡോട്. ഈ കുട്ടിക്ക് എന്തോ ഒരു ഈ ആള് മറ്റേ ബാംഗ്ലൂർ അല്ല മുഖത്ത് അതിനോടുള്ള ഒരു ചാരിതാർത്ഥം വിഷ്വലേ നോക്കുമ്പോ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ വോൾവോ ബസിന്റെ ഒക്കെ ചില്ല് പോലെ ഇരിക്കുന്ന അല്ലേ? ഇവിടെ നോക്കുമ്പോ ഗ്ലാസ് അങ്ങനെ വലിപ്പം തോന്നുന്നു. എന്റെ മുഖം കുറച്ച് വലുതായോണ്ട് വലിയ ഗ്ലാസ്. പക്ഷെ ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ദുഃഖകരമായ ഒരു കാര്യം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവിടെ കുടിയന്മാരുണ്ടാവില്ല. എഴുതി വെച്ചോ, ബാറുകളും പൂട്ടിപ്പോവും. കാരണം യങ്സ്റ്റേഴ്സ് ആരും കുടിയിലേക്ക് ഇല്ലല്ലോ. നിങ്ങളൊരു ഒരു ബാറിൽ അവിടെ പോയിട്ട് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു കുടിയന്മാരെ അല്ലെങ്കിൽ അവരെ കാണിച്ചു തരാൻ പറ്റില്ല. ഒരു 30 വയസ്സിന് മേലേക്കുള്ളവരേ ഉള്ളൂ. അതിന് താഴേക്കുള്ളവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല. നമ്മളൊക്കെ ഇപ്പൊ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരാളെ കൂട്ട് കിട്ടാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ആരും ഇല്ല, കുടിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം. കുടിക്കാൻ ഒരാളെ കിട്ടാണ്ടാവും. ഈ ഇപ്പൊ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ബാറുകളെല്ലാം പൂട്ടേണ്ടത് വരും. എഴുതി വെച്ചോ, 10 വർഷത്തിനുള്ളിൽ ഇനി ഒരു 12 മണി വരെ അല്ല, വെളുപ്പിന് 4 മണി വരെ തുറന്നു വെച്ചാൽ ആളെ കിട്ടില്ല കേരളത്തില്.